നമസ്കാരം. രാഷ്ട്രീയ കേരളം വി എസിന് വിട നൽകുകയാണ്. എന്നോടൊപ്പം ശ്രീ LR വിനയചന്ദ്രൻ. സർ, വി എസിനെ ഓർക്കുകയാണ് രാഷ്ട്രീയ കേരളം ഇപ്പോൾ. താങ്കളടക്കം മാധ്യമപ്രവർത്തകർക്കായിരിക്കും ഒരുപാട് കാര്യങ്ങൾ വി എസിനെ കുറിച്ച് പറയാനുണ്ടാവുക. അദ്ദേഹത്തിൻ്റെ വിവാദങ്ങൾ, അതുപോലെ തന്നെ അദ്ദേഹം നടത്തിയ ചരിത്രപരമായ മാറ്റങ്ങൾ, കേരളത്തിൽ ഉണ്ടാക്കിയ സ്വാധീനം, സാധാരണ ജനങ്ങൾക്കിടയിൽ പോലും അത്രയും ശക്തമായി നിലകൊണ്ട ഒരു നേതാവ്. അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ മാധ്യമപ്രവർത്തകർക്കായിരിക്കും പറയാനുള്ളത്. പ്രത്യേകിച്ച് താങ്കളെപ്പോലെ മുതിർന്ന മാധ്യമപ്രവർത്തകർ എങ്ങനെ ഓർക്കുന്നു വി എസിനെ? അക്ഷരാർത്ഥത്തിൽ ഇന്നലെയും ഇന്നും നമ്മുടെ മനസ്സിനെ രൂപപ്പെടുത്തിയെടുക്കാൻ പ്രയാസപ്പെടുന്ന ദിവസങ്ങളാണ്. എത്രയും കണ്ടാലും മതിവരാത്ത ഒരു മുഖമായി മാറുന്നു ഈ മലയാളികൾക്കാകമാനം. അപ്പോൾ ഞാനിവിടെ നിങ്ങളുടെ ചാനലിലേക്ക് വരുന്ന സമയം ഞാൻ ഈ വിലാപയാത്ര പട്ടത്ത് എത്തുകയാണ്. അവിടെയും ഞാൻ ഓടി കിതച്ച് ആ മുഖമൊന്ന് വീണ്ടും കാണാൻ വേണ്ടി ആഗ്രഹിച്ച് അവിടേക്ക് എത്തി. എനിക്ക് കാണാനും കഴിഞ്ഞു. പൊതുവിൽ നമ്മൾ പറയുകയാണെങ്കിൽ കേരളത്തിൻ്റെ ഒരു കാവലാൾ, അത് ഒരിക്കലും നമ്മൾ ഒരു നേതാവിനെക്കുറിച്ച് പറയുമ്പോൾ അങ്ങനെ പറയുന്നത് എന്തിന് എന്ന തോന്നൽ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈ ധീരനായ പോരാളിയെക്കുറിച്ച് അങ്ങനെ പറയുമ്പോൾ ആരും തന്നെ ആശങ്കപ്പെടുന്നില്ല. കേരളത്തെക്കുറിച്ച് പറയാൻ, അല്ലെങ്കിൽ കേരളത്തിലെ അനീതികളെക്കുറിച്ച് സംസാരിക്കാൻ ഒരാളുണ്ട് എന്ന തോന്നൽ, രാഷ്ട്രീയ ഭേദമന്യേ ആളുകളുടെ മനസ്സിൽ രൂഢമൂലമായി പതിഞ്ഞ ഒരു പേരാണ് VS എന്നുള്ളത്. നമുക്കതിന് ഒരുപാട് രീതിയിൽ അതിന് വിശദീകരണം കൊടുക്കാം. VS എന്ന് പറയുന്ന ചുരുക്കം 2 അക്ഷരമാണെങ്കിലും രാഷ്ട്രീയ കേരളത്തിൽ, വിശിഷ്യ ഇന്ത്യയിൽ, അല്ലെങ്കിൽ ലോകോത്തരമായി തന്നെ പഠന വിധേയമാക്കേണ്ട ചരിത്രത്തിൻ്റെ ഏടുകളിലൂടെയാണ് സഖാവിൻ്റെ ജീവിതം കടന്നു പോകുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഉടുതുണിക്ക് മറുതുണിയില്ലാതിരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ നിന്ന്, അല്ലെങ്കിൽ 4-ാം വയസ്സിൽ അമ്മയും 11-ാം വയസ്സിൽ അച്ഛനും നഷ്ടപ്പെടുന്ന ഒരു പക്ഷേ നമ്മൾ പറയാറുണ്ടല്ലോ, എന്താ അന്തം വിട്ട് നിൽക്കുക എന്ന് പറയാൻ പോലും കഴിയാത്ത ഒരു പ്രായത്തിൽ രക്ഷിതാക്കൾ നഷ്ടപ്പെടുന്ന ഒരാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി മാറുന്നു. കേരള, അല്ലെങ്കിൽ മലയാളികളുടെ എല്ലാം തന്നെ സ്നേഹപാത്രമായി മാറുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, കണ്ണേ കരളേ എന്ന് വിളിക്കുന്ന, വ്യക്തിപരമായി വിളിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് അല്ലേ? അവിടെയാണ് വ്യക്തിയധിഷ്ഠിതമല്ല എന്ന പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുമ്പോഴും നമ്മൾ വിളിക്കുന്നത് കണ്ണേ കരളേ എന്നാണ്, അല്ലെങ്കിൽ കണ്ണിലെ റോസാപ്പൂവേ എന്നാണ്. അത് അന്വർത്ഥമാക്കുന്ന ഒരാളായിരുന്നു VS. അദ്ദേഹം നമ്മുടെ കാഴ്ചകൾ അദ്ദേഹത്തിൻ്റെ കണ്ണിലൂടെ കണ്ടിരുന്നു. നമ്മൾക്കുണ്ടാവുന്ന ഹൃദയവേദന അദ്ദേഹത്തിൻ്റെ കൂടി ഹൃദയവേദനയായി മാറിയിരുന്നു. അനീതിക്ക്, നമ്മൾ സംസാരിക്കുന്ന അനീതിയെ വളരെ തീഷ്ണതയോടെ കാണുവാനും അതിനെ എതിർക്കുവാനും, മുഖം നോക്കാതെ എതിർക്കുവാനും കഴിഞ്ഞിരുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ഇനി കേരളത്തിൽ ജനിക്കേണ്ടിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഇത് ഭംഗി വാക്കല്ല എന്നതാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് പറയാനുള്ളത്. അദ്ദേഹത്തെ കാണാനും സംസാരിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പത്രത്തിലെ എഡിറ്റോറിയൽ പേജിൽ എഴുതിയിട്ടുമുണ്ട്. പക്ഷേ അദ്ദേഹത്തെ നേരിട്ട് കണ്ട് ഒരു ഇൻ്റർവ്യൂ എടുത്ത് അത് പത്രത്താളുകളിലേക്ക് പകർത്തുവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള വേദന ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിലകൊള്ളുന്നു എന്നുള്ളതാണ്.
നമ്മൾ ഒരുപാട് തലങ്ങളിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തെ കാണേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിന് അങ്ങക്ക് ഈശ്വരവിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി നമ്മുടെ മുന്നിലുണ്ട്. 2 മറുപടികളാണതിൽ നമുക്ക് വളരെ ശ്രദ്ധയോടെ കാണാൻ കഴിയുന്ന 2 മറുപടികൾ. ഒന്ന്, എൻ്റെ അച്ഛനും അമ്മയും മരണപ്പെട്ടു, അത് എൻ്റെ കുട്ടിക്കാലത്ത്. ആ ഈശ്വരന്മാർ എന്നെ കണ്ടില്ലേ എന്ന അദ്ദേഹത്തിൻ്റെ ചോദ്യം. 2, അദ്ദേഹം പറഞ്ഞിരുന്നു, എനിക്ക് ഒരു മുണ്ട്, ഒരു ജുബ്ബ, ഒരു തോർത്ത്, ഇതെല്ലാം ഞാൻ കുളിക്കുന്ന സമയത്ത് അലക്കിയിടും. ആ അലക്കിയിട്ടിട്ട് അതുമെടുത്ത് ഉടുത്ത് ഞാൻ അമ്പലത്തിലേക്ക് പോകും. അപ്പോൾ നമ്മൾ കരുതിയത് അദ്ദേഹം അമ്പലത്തിൽ തൊഴാൻ പോകുന്നതിനെ കുറിച്ചായിരിക്കാം പറഞ്ഞു വരുന്നത് എന്നാണ്. ഇല്ല, അദ്ദേഹം പറഞ്ഞത് ഞാൻ ശാന്തിക്കാരനെ കാണാൻ വേണ്ടിയായിരുന്നു പോയിരുന്നത്. ആ ശാന്തിക്കാരനെ കാണുന്നത് എന്തിനു വേണ്ടിയായിരുന്നു? അദ്ദേഹത്തിൻ്റെ വിശപ്പ് അടക്കുന്നതിന് വേണ്ടിയായിരുന്നു. അവിടുത്തെ നിവേദ്യ ചോറ് വാങ്ങി കഴിക്കാൻ വേണ്ടിയായിരുന്നു. അങ്ങനെയുള്ളൊരു നേതാവ് തീർച്ചയായും വിശക്കുന്നവൻ്റെ വേദന കണ്ടു ശരത്. അത് തന്നെയാണ് നമ്മൾ കണ്ട ജനസാഹരം, അല്ലേ? ജനലക്ഷങ്ങളായിരുന്നു. ഇന്നലെ തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിൽ ജനലക്ഷങ്ങളാണ് ഒഴുകിയെത്തിയത്. ഓരോ ഇടവഴിയിലും തിങ്ങി നിറഞ്ഞ് നിന്നിരുന്ന ആളുകളായിരുന്നു. അവരൊക്കെ വിളിച്ചത് ഒരേ സ്വരവുമായിരുന്നല്ലോ, കണ്ണേ കരളെ എന്നായിരുന്നു. അങ്ങനെ ഒരു നേതാവ് ഇനി ജനിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഈ കണ്ടുനിന്ന രാഷ്ട്രീയേതര നേതാക്കൾ പോലും അഭിപ്രായപ്പെടുന്ന ഒരു സാഹചര്യം അതായിരുന്നു ഉണ്ടായിരുന്നത്. സർ, അപ്പോഴും നമ്മളൊരു ചോദ്യമുണ്ട്. അതായത് VS എല്ലാ നിർവഹണവും നടത്തി. ഇപ്പം നല്ലൊരു യാത്രയപ്പാണോ അദ്ദേഹത്തിന് കിട്ടിയതെന്നൊരു ചോദ്യം കൂടിയുണ്ട്. അതായത് അവസാന രാഷ്ട്രീയം, എനിക്കൊന്ന് 2016 അദ്ദേഹം രാഷ്ട്രീയം ഔദ്യോഗികമായി ഒന്ന് അവസാനിപ്പിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് ഇനിയും പ്രതീക്ഷിച്ചിരുന്നു. അദ്ദേഹം തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഏതെല്ലാമോ ശക്തികൾ, ഗൂഢശക്തികൾ, അദ്ദേഹം നേരത്തെ പറയുമ്പോൾ തന്നെ സ്വന്തം പാർട്ടിയിൽ പോലും പ്രതിപക്ഷ നേതാവായി മാറിയൊരു വ്യക്തിത്വമാണ്. മുഖ്യമന്ത്രിയായിരിക്കെ അതിനേക്കാളും ശക്തനായ ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു. അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് അവഗണനകളും കിട്ടിയിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു യാത്രയപ്പ് മതിയായിരുന്നു VSന്. ഇവിടെ ശരത്ത്, നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് നിന്ന് സംസാരിക്കേണ്ട ഒരു തലത്തിലാണോ എന്നെനിക്കറിയില്ല. അങ്ങയുടെ ഈ ചോദ്യത്തിന് ശക്തമായ മറുപടി പറയാനും കഴിയും. പക്ഷേ ഈ അദ്ദേഹം പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ഒരു രംഗമുണ്ട്. ഒളിഞ്ഞോ മറഞ്ഞോ ഒക്കെ നിരവധി തവണ ശാസനയ്ക്ക് വിധേയമായിട്ടുണ്ട്. അപ്പോഴും നമ്മൾ കാണേണ്ടത് ഈ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഇറങ്ങിത്തിരിച്ച് ജീവിച്ചിരിക്കുന്ന ഒരു നേതാവ്, അതായത് പുതിയ പാർട്ടി ഉണ്ടാക്കുന്നതിൻ്റെ തലതൊട്ടപ്പനായിട്ടുള്ള ആളായിട്ടുള്ള അദ്ദേഹം നിരവധി തവണ ഒളിഞ്ഞും മറഞ്ഞും ഒക്കെ ശാസനയ്ക്ക് വിധേയമായിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം മരണപ്പെടുമ്പോൾ അദ്ദേഹം പോളിറ്റ് ബ്യൂറോയിൽ അംഗമല്ല എന്നതാണ് സത്യം. അപ്പോൾ ഈ ശാസനയ്ക്ക് വിധേയമായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ അങ്ങയുടെ ചോദ്യവും പരിശോധിക്കപ്പെടേണ്ടതായിട്ട് വരിക എന്നുള്ളത്. ഇവിടെ അദ്ദേഹം പലപ്പോഴും ഈ കൂടംകുളം ആണവ നിലയത്തെക്കുറിച്ച്, അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് കോട്ടം വരുന്ന പല പ്രശ്നങ്ങളെക്കുറിച്ചും അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട്. വായ്പ എടുക്കുന്നതിനെ കുറിച്ച് അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ തോമസ് ഐസക്കുമായിട്ടൊക്കെ വളരെ ബന്ധം പുലർത്തിയിരുന്ന അദ്ദേഹം പിന്നീട് ഒരുപക്ഷെ ആ ADB വായ്പയെ ചൊല്ലിയുണ്ടായ തർക്കം അതും ശാസനയ്ക്ക് വിളനിലമായി. അത് പറയുമ്പോഴാണ് പിന്നീട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ശരിയായിരുന്നോ തെറ്റായിരുന്നോ എന്നത് അപ്പോൾ ചിന്തിക്കാതിരിക്കുകയും പിന്നീട് അത്തരത്തിലേക്കായി മാറുകയും ചെയ്തു. കിഡ്ബി പോലെയുള്ള വായ്പകൾ നമ്മൾ എടുക്കേണ്ടതായിട്ട് വന്നു എന്നുള്ളത് അടുത്തൊരു സത്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ അന്ന്
അദ്ദേഹം നമ്മൾ ഈ ഇങ്ങനെ പറയാറുണ്ടല്ലോ, ആ, എവിടെയും അദ്ദേഹം തടസ്സം നിൽക്കുന്ന ഒരാളാണ്, എല്ലായിടത്തും കലഹിക്കുന്ന ആളാണ് എന്നുള്ളതാണ്. അദ്ദേഹത്തിന് വികസന വിരോധി എന്നിവരെ വിളിച്ചിട്ടുണ്ട്. ചിലത്തോർക്കേണ്ടത് ഇവിടുത്തെ IT സ്ഥാപനങ്ങൾ എത്ര എണ്ണമാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ രൂപം കൊണ്ടത്. അങ്ങനെയുള്ള എത്രയോ വ്യവസായ സ്ഥാപനങ്ങൾ, റോഡുകൾ അടക്കം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക്, വിദ്യാലയങ്ങളിലേക്ക് വരുത്തിയ മാറ്റം, അതൊക്കെ നമ്മൾ എടുത്ത് കാണേണ്ടത്. നമ്മൾ പട്ടികപ്പെടുത്തുകയാണെങ്കിൽ VSന്റെ കാലഘട്ടം കേരളത്തിൻ്റെ പുരോഗതിക്ക് നാന്ദി കുറിക്കുകയായിരുന്നു. പക്ഷെ അത് പലപ്പോഴും മറ്റുള്ള പേരുകളിലേക്ക് വഴുതി മാറുകയാണ് ഉണ്ടാകുന്നത് എന്നത്, അതും ഒരു ചരിത്രത്തിൻ്റെ അസത്യമായി മാറുന്നു. നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ ചരിത്ര വിദ്യാർത്ഥികളെല്ലാം പഠിക്കുന്നത് സത്യമാണോ, സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന് പറയുന്ന പുസ്തകത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, ചരിത്ര സത്യങ്ങളാണോ അസത്യങ്ങളാണോ നമ്മൾ പഠിക്കുന്നത് എന്നത്. അപ്പം അതും പലർക്കും വേണ്ടി, അല്ല പല വ്യക്തികൾക്കും വേണ്ടി വഴിതിരിച്ചു വിടുകയായിരുന്നു ചെയ്തത് എന്നുള്ള ഒരു യാഥാർത്ഥ്യവും ഈ മലയാള നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് വേണ്ടി നമ്മൾക്ക് ഇന്നലെ കാണാൻ കഴിഞ്ഞ ഈ AKG സെൻറ്ററിൻ്റെ ഭാഗത്ത്, പഠന കേന്ദ്രത്തിൻ്റെ പഴയ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ പന്ഥാവായിരുന്നു അവിടെ യുവാക്കളാണ്, ശരത്തിനെ പോലെയുള്ള യുവാക്കളാണ്, പെൺകുട്ടികളാണ് അധികവും വന്ന് മുദ്രാവാക്യം വിളിച്ചത്. ഞാൻ കാണുന്നത് അതാണ്. അവിടെ നമ്മൾ പറയുന്ന എന്താണ്, കേട്ടറിവിനേക്കാൾ കണ്ടറിവുകളാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷേ VS എന്ന രണ്ടക്ഷരം കണ്ടറിവുകളേക്കാൾ കേട്ടറിഞ്ഞ ഈ കുട്ടികളാണ്, ഈ വിദ്യാർത്ഥികളാണ്, യുവാക്കളാണ്, യുവതികളാണ് അവിടെ നിന്ന് കണ്ടം പൊട്ടുമാറ് അദ്ദേഹത്തിന് വേണ്ടി അന്ത്യയാത്രയ്ക്ക് അന്ത്യ ചുംബനങ്ങൾ നൽകിക്കൊണ്ടുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചത്. അതിൽ പല മാധ്യമങ്ങളും ചോദിച്ചപ്പോൾ അവർ പറയുന്നു, ഞങ്ങൾ കേട്ടറിഞ്ഞു വന്നു, ഞങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് എന്നതാണ്. അത് വലിയൊരു ഉത്തരമാണ്. ഒരുപക്ഷെ ആ യുവാവ് പറഞ്ഞതിനെ അവർ അത്രയും കേൾപ്പിക്കാതെ കടന്നുപോയി. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചത് അതാണ്, കേട്ടറിഞ്ഞു വന്നു, അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു യുവാവാണ്. അതിൽ തന്നെ ഒരു കാര്യമുണ്ട് സാർ, എനിക്ക് തോന്നിയിട്ടുണ്ട് VSന്റെ കമ്മ്യൂണിസവും ഇപ്പോഴത്തെ കമ്മ്യൂണിസവും തമ്മിലൊരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെയാണ്. ഭരണരീതികളിലുള്ള വ്യത്യാസം, 2016 ശേഷം നടപ്പാക്കിയ പുതിയ രീതികൾ, ഇപ്പോൾ മാധ്യമ പ്രവർത്തകർക്കടക്കം അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്കടക്കം മുഖ്യമന്ത്രിയുമായിട്ട് ഇടപെടുന്ന രീതി, ഇപ്പോൾ ചോദ്യം ചോദിക്കുന്നവരുടെ നാവടക്കുന്ന രീതി, ആ ഒരു വ്യത്യാസം. നേരത്തെ ഏത് ചോദ്യവും ആർജവത്തോടെ നേരിടുന്ന ഒരു VSനെ കണ്ടെങ്കിൽ പിന്നീട് അങ്ങനെ ഒരു മുഖ്യമന്ത്രിയെ നമ്മൾ കണ്ടില്ല. അതിനുശേഷം ഒരു മുഖ്യമന്ത്രിയാണെങ്കിൽ പോലും അവിടെയാണ് കമ്മ്യൂണിസത്തിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാകുന്നത്. സാധാരണക്കാർക്ക് വേണ്ടി നിലകൊണ്ട അവിടെ നിന്ന് ഇപ്പോൾ പിന്നെ NRIകൾക്ക് വേണ്ടിയും സ്വാധീനങ്ങൾക്ക് വേണ്ടിയും സ്വന്തം ചോരയ്ക്ക് വേണ്ടിയും മാറുന്ന നിലപാടുകൾ, അവിടെയാണ് കമ്മ്യൂണിസം തന്നെ VSന്റെയും ആധുനിക കമ്മ്യൂണിസത്തിൻ്റെയും തമ്മിലൊരു വ്യത്യാസം മനസ്സിലാക്കുന്നത് സർ. ശരത്ത് പറഞ്ഞ വലിയ ഒരു കാര്യം അത് ഒളിഞ്ഞിരിപ്പുണ്ട്. കാര്യം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെയായിരിക്കണം എന്ന് തൻ്റെ ജീവിതത്തിലൂടെ അദ്ദേഹം പ്രാവർത്തികമാക്കുകയായിരുന്നു. അവിടെയാണ് അദ്ദേഹം വിജയിച്ചത്. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെയായിരിക്കണം എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം കാണിച്ചു കൊടുക്കുകയായിരുന്നു. അദ്ദേഹം അങ്ങനെ ജീവിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പാവപ്പെട്ടവൻ്റെയും അധ്വാനിക്കുന്നവൻ്റെയും പടത്തലവനായി, ജനനായകനായി അദ്ദേഹം മാറിയത്. പലരും ഇന്ന് പറഞ്ഞു, ഒരു പ്രമുഖ ദിനപത്രം അദ്ദേഹത്തെ ജനനായകനായി അംഗീകരിച്ചല്ലോ എന്ന്. അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല ശരത്തെ. അത്രയ്ക്ക് കേരളം തെങ്ങുകയാണ് ആ മനസ്സിനു വേണ്ടി. പക്ഷെ ഉമ്മൻചാണ്ടി സാർ മരിച്ചപ്പോഴും ജനസമ്പർക്ക പരിപാടിയിലൂടെ ധാരാളം സഹായങ്ങൾ കിട്ടിയവരും അവരുടെ കുടുംബങ്ങളും ആർത്തലച്ചെത്തി എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. അതിന് പുറമെയാണ് ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിയായി അങ്ങനെയുള്ള സൗജന്യങ്ങൾ കിട്ടി, ഞാനത് മറ്റൊരു തരത്തിലല്ല അത് പറയുന്നത്, സഹായങ്ങൾ കിട്ടിയവരോ ഒരുപക്ഷെ കേട്ടറിഞ്ഞവരോ ആയിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകൾ എത്തുകയാണ്.
എങ്ങനെ ഒരു നേതാവിനെ, നമ്മുടെ പാവങ്ങളുടെ പടത്തലവൻ എന്നൊക്കെ നമ്മുടെ അദ്ദേഹത്തിൻ്റെ തന്നെ നേതാവിനെയാണ് നമ്മൾ പലപ്പോഴും പറയാറുള്ളത്. അവിടെയും നമ്മുടെ ഒരു പഴയകാല ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മീറ്റിംഗ് ആലപ്പുഴയിൽ നടക്കുമ്പോൾ സഖാവ് പി കൃഷ്ണപിള്ളയാണല്ലോ അദ്ദേഹത്തിൻ്റെ ഗുരു, രാഷ്ട്രീയ ഗുരു എന്നൊക്കെ പറയാവുന്നത്. അദ്ദേഹം പറഞ്ഞു, ഇവനൊരു തീപ്പൊരിയാണ്, അല്ലേ, ഇവനൊരു തീപ്പൊരിയാണ് എന്നാണ് അന്ന് പറഞ്ഞത്. അത് അന്വർത്ഥമാവുകയായിരുന്നു. ഞാൻ തന്നെ എല്ലാവർക്കും ഇട്ടതിൽ ഞാൻ മറുപടിയായി കമൻ്റായിട്ടത് ആ തീജ്വാല അസ്തമിക്കുന്നില്ല എന്നതാണ്. ഒരു ജ്വാലയായിരുന്നു ശരത്തെ. അദ്ദേഹം നമ്മൾ കാണേണ്ടത് 82-ാം വയസ്സിലാണ് അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നത്. ഞാനൊക്കെ ആ വയസ്സിൽ ജീവിച്ചിരിക്കില്ല എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. ആ പ്രായത്തിൽ നമ്മൾ എത്തില്ല എന്നുള്ള ധാരണയിലിരിക്കുന്ന ആളാണ് ഞാൻ. ആ 82-ാം വയസ്സിലാണ് VS കേരളത്തിന് മുഖ്യമന്ത്രിയാവുന്നത്. മുഖ്യമന്ത്രിയാവുക എന്ന് മാത്രമല്ല, അദ്ദേഹം എന്താണോ പുറത്ത് ഏറ്റവും കൂടുതൽ പ്രതിപക്ഷ നേതാവായിരുന്നതും അദ്ദേഹമാണ്. 14 വർഷക്കാലം അദ്ദേഹം കേരളത്തിലെ പ്രതിപക്ഷ നേതാവായിരുന്നു. ഒരുപക്ഷെ മുഖ്യമന്ത്രിയായതിനേക്കാൾ ജനം ഇഷ്ടപ്പെട്ടത് പ്രതിപക്ഷ നേതാവായ VS-നെ ആയിരുന്നു. ശരത്ത് പറയുകയും ചെയ്തു, അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും ഒരു പ്രതിപക്ഷത്തായിരുന്നു എന്ന്. പക്ഷെ ഞാൻ ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ മനസ്സിലാക്കുന്നത് VS മാത്രമായിരുന്ന ഒരു പക്ഷമായിരുന്നു. അദ്ദേഹം ഒറ്റയാനായിട്ടുള്ള ഒരു പക്ഷക്കാരനായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം അദ്ദേഹത്തിനോടൊപ്പം നിന്നവർ പലപ്പോഴും ശക്തിയുള്ളിടത്തേക്ക് ചായുന്നതായി നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ അങ്ങനെ അല്ലാതെ നമ്മൾ കാണാൻ കഴിയുന്നത് സഖാവ് ഗുരുദാസൻ എന്ന് പറയുന്ന നേതാവിനെയാണ്. അദ്ദേഹം പലവട്ടം, ഇന്നലെ തന്നെ 2 പ്രാവശ്യം വന്ന് ഇന്നും ആ വാർദ്ധക്യമായ അദ്ദേഹം അവിടെ വന്നിരിക്കുന്നുണ്ട്. VS എൻ്റെ പ്രിയ VS എന്ന് മാത്രം പലപ്പോഴും മറുപടി പറയുന്നതാണ് നമ്മൾ കാണുന്നത്. എപ്പോഴും ശക്തിയുടെ ഭാഗത്തേക്ക് തിരിയുക, അത് മനുഷ്യൻ്റെ ഒരു പ്രവണതയാണ്. നമ്മുടെ ഇപ്പോഴുള്ള വിഷയവും അതല്ല. ഇവിടെ ഈ അങ്ങ് പറഞ്ഞു 2 ധ്രുവങ്ങളിൽ നിൽക്കുന്ന ഒരു പ്രവണതയെക്കുറിച്ച് അങ്ങ് പറഞ്ഞു. പക്ഷെ അന്ന് ഈ പലപ്പോഴും അഭിപ്രായം പറയുന്നവർ പറയുന്നുണ്ട്, ഈ തലമുറ അവസാനിക്കുകയാണ് എന്ന് പറയുകയാണ്. ഈ തലമുറ അവസാനിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ദേശീയ ജനറൽ സെക്രട്ടറിയായ ബേബി സാർ ഉൾപ്പെടെ ഉള്ളവർ പറഞ്ഞു ഒരു തലമുറ അവസാനിക്കുകയാണ് എന്ന്. അപ്പോൾ ആ തലമുറയുടെ വ്യത്യാസം, അദ്ദേഹത്തിൻ്റെ ജീവിത പാഠങ്ങൾ ഒക്കെ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പറഞ്ഞതാണ്, സാധാരണക്കാരൻ്റെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ്റെയും ജീവിത നിലവാരം ഉയർത്താൻ കഴിഞ്ഞു എന്നതിൽ ആണ് എൻ്റെ അഭിമാനം എന്ന് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അവിടെയും നമ്മൾ ഏറ്റവും കൂടുതൽ ഉദ്ധരണിയിലേക്ക് രേഖപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്, അല്ലേ, അടിത്തട്ടുകാരുടെ ജീവിത നിലവാരം ഉയർത്താൻ. ഒരു പക്ഷേ നമ്മുടെ അടുത്ത പ്രദേശം, തിരുവനന്തപുരത്തിൻ്റെ അടുത്ത പ്രദേശത്തേക്ക് നടന്ന ഒരു മലിനജലം ഒഴുകുന്ന സമയത്ത് അദ്ദേഹം അവിടേക്ക് ചെല്ലുകയാണ്, ആ സ്ഥലത്തേക്ക് ചെല്ലുകയാണ്, രാജാജി നഗറിലേക്ക്. അവിടെ ഉള്ളവരെന്ന് വാവിട്ട് കരഞ്ഞുകൊണ്ടാണ് അവിടേക്ക് വന്നത്. അതുപോലെ ഈ കാട്ടായിക്കോണത്തൊരു ഒരു ഒരു പ്രാചീന ഗുഹ കൈയടക്കിയപ്പോഴുണ്ടായ പ്രശ്നം, അത് ഞാൻ തിരുവനന്തപുരത്തുമായി ബന്ധപ്പെട്ട് പറഞ്ഞതാണ്. തിരുവനന്തപുരത്തുകാരോട് ഒരുപക്ഷേ നമ്മൾ പറയാറുണ്ട്, പെറ്റമ്മയും പോറ്റമ്മയും എന്ന് പറയാറുണ്ടല്ലോ ശരത്തെ. പെറ്റമ്മ ആലപ്പുഴയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒറ്റമ്മയായിരുന്നു തിരുവനന്തപുരം. ആ തിരുവനന്തപുരം അദ്ദേഹം നൽകിയ സ്നേഹാദരവ് എന്ന് പറയുന്നത് വളരെ വലുത് തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ തട്ടകം, രാഷ്ട്രീയ തട്ടകം ഇവിടം തന്നെയാണ്. ഒരുപക്ഷെ ഈ തിരുവനന്തപുരത്തിൻ്റെ ഈ നിയമസഭാലയം സെക്രട്ടേറിയറ്റിൻ്റെ പരിസരത്തൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ നീട്ടിയും കുറുക്കിയും ഉള്ള ആ സംസാര രീതി, നിയമസഭയിൽ അടക്കമുള്ള സംസാര രീതി, മൂളിയുള്ള സംസാര രീതി. നമ്മളൊക്കെ സംസാരിക്കുമ്പോൾ ഇപ്പോൾ സംസാരത്തിന് ഏറ്റിറക്കങ്ങളുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ കൈകൊണ്ട് നമ്മൾ ആംഗ്യം കാണിക്കും. പക്ഷെ അദ്ദേഹം എന്താണ്, അദ്ദേഹത്തിൻ്റെ ശരീരമാസകലം കുലുക്കിയാണ് അദ്ദേഹം സംസാരിക്കുന്നത്.
അത് കണ്ട് പൊട്ടിച്ചിരിക്കുന്നവരാണ്. അങ്ങനെ എന്താണ് ഏറിയും കുറുക്കിയും മൂളലും ഒരുപക്ഷെ നമ്മളെ ഡാൻസ് എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് PS പ്രസംഗിക്കുന്നത് കാണാൻ, അങ്ങനെ ഒരു പ്രസംഗം, ഒരുപക്ഷെ അങ്ങനെ ശരീരമൊന്ന് കുലുക്കി പ്രസംഗിക്കുന്നത് നമ്മുടെ സാഹിത്യകാരനായ സുകുമാർ അഴീക്കോട് സാറാണ്. അല്ലാതെ ഒരാൾ ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ അങ്ങനെയില്ല. നമ്മൾ വളരെയധികം നല്ല പ്രസംഗകരൊക്കെ ഉണ്ട്. പക്ഷേ എങ്ങനെ ആളുകളെ ഒരു ക്രൗഡ് പുള്ളറായിട്ടുള്ളൊരു ആള് ഇനി ആരുണ്ട്, രാഷ്ട്രീയത്തിൽ ആരുണ്ട് എന്ന ചോദ്യത്തിന്, ഒരു പക്ഷേ ആളെ കൂട്ടി പ്രസംഗിക്കാൻ ആരുണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. പക്ഷെ എല്ലാം തികഞ്ഞാണോ അദ്ദേഹം പോകുന്നത് എന്ന ചോദ്യം ചോദിച്ചാൽ അല്ലേ, അതിന് ഉത്തരം പറയുവാനും ഞാൻ ആളല്ല. ഇദ്ദേഹം പലപ്പോഴും 2006 സീറ്റ് നിഷേധിക്കപ്പെട്ടപ്പോൾ അന്ന് തിരുവനന്തപുരത്ത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ടോൺമെൻറ് സ്റ്റേഷൻ അവിടെ ഓട്ടോ ഡ്രൈവർമാരെല്ലാം കൂടി അങ്ങനെ കൊടി വെച്ച് കിട്ടുകയാണ്. ആരും അന്ന് ഈ മൊബൈൽ ഫോണും ഒന്നുമില്ല. പക്ഷെ എവിടെ നിന്നും അറിഞ്ഞില്ല, ഒരു കൂട്ടം 100 കണക്കിന് ജലം അവിടേക്ക് വന്നെത്തുകയും കിട്ടിയ കൊടികളെല്ലാം വെച്ച് കെട്ടി നേരെ സെൻറ്ററിലേക്ക് ഒരു സമരവുമായി ഒരു എങ്കുല വിളിച്ചുകൊണ്ട് പോകുന്ന കാഴ്ചയാണ് തിരുവനന്തപുരം അദ്ദേഹത്തിന് കൊടുത്ത ഏറ്റവും വലിയ, ഞാനിപ്പോഴും വിശ്വസിക്കുന്നു, തിരുവനന്തപുരം അദ്ദേഹത്തോട് കാണിച്ച ഏറ്റവും വലിയ ആദരവായിരുന്നു. ആ സമര വിളി കേട്ടിട്ടാണ് അദ്ദേഹത്തെ മത്സരിപ്പിക്കുന്നതും അന്ന് 98 സീറ്റുകളുമായി LDF അധികാരത്തിൽ വരുന്നതും. അന്ന് അദ്ദേഹത്തെ നിർത്തണ്ട എന്ന തീരുമാനമെടുത്തവരിൽ പലരും 65 പൊതുയോഗങ്ങളിലാണ് ശരത്ത് അന്ന് അദ്ദേഹം പ്രസംഗിച്ചത്. 65 പൊതുയോഗങ്ങളിൽ ഈ വേണ്ട എന്ന് പറഞ്ഞവരൊക്കെ അദ്ദേഹത്തിൻ്റെ ചിത്രമായിരുന്നു ഈ ഫ്ലെക്സ് ബോർഡുകളിൽ വെച്ചിരുന്നത്. അന്ന് ആ പ്രായത്തിൽ 82-ാം വയസ്സിൽ 65 പൊതുയോഗങ്ങളിൽ അന്ന് അദ്ദേഹം മത്സരിക്കുകയും കൂടി ചെയ്യുകയാണ്. 65 പൊതുയോഗങ്ങളിൽ ഈ 82-ാം വയസ്സിൽ കയറി ഇറങ്ങി നടന്ന് പ്രസംഗിച്ചു. എല്ലാവർക്കും വേണ്ടി അന്ന് ഇരുകൈയും നീട്ടി അദ്ദേഹത്തെ സ്വീകരിച്ചു. പക്ഷേ തുടർന്നുള്ള തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയാം അല്ലേ. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, 2004 തിരഞ്ഞെടുപ്പ്, ലോക്സഭാ തിരഞ്ഞെടുപ്പ്, 2009 വന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായ പരാജയം, അതിന് അദ്ദേഹം പത്രക്കാരടക്കം ചെന്നപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞത് ഒരു ചിരിയിലായിരുന്നു. ആ ചിരി പിന്നീട് ഒരുപാട് വിവാദമായതൊക്കെ അങ്ങയുടെ ഒരുപക്ഷെ അന്ന് വിദ്യാർത്ഥിയായിരുന്നിരിക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേട്ട് കാണുമല്ലോ. അദ്ദേഹം ഒരു ചിരിയിൽ ഒതുക്കി. ആ ചിരിയിലെല്ലാം ഉണ്ടെന്നും ആ ചിരിയെ പിന്നെ സുകുമാർ അഴീക്കോട് സാറൊക്കെ പല രീതിയിൽ വ്യാഖ്യാനിച്ചെങ്കിലും ഒരു പക്ഷേ അദ്ദേഹത്തെ വെട്ടിനിരത്താൻ ഉണ്ടായിരുന്ന ആ സാഹചര്യം അദ്ദേഹം ഓർത്തിട്ടായിരിക്കണം ചിരിച്ചത് എന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തെ ഒതുക്കാനുള്ള ശ്രമം എന്നൊക്കെ നമ്മൾ പറയാമല്ലോ. അങ്ങനെയൊക്കെ ഉണ്ടായല്ലോ. ഈ പാലക്കാട് സമ്മേളനത്തിൽ അദ്ദേഹവും അങ്ങനെ ചെയ്തു. പിന്നീട് മലപ്പുറം സമ്മേളനത്തിലേക്കായപ്പോൾ അദ്ദേഹത്തെ തിരിച്ചൊതുക്കാനുള്ള ഒരു സംവിധാനങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ നമ്മൾ പറയുന്ന എന്താണ്, പട്ടിണി പാവങ്ങളുടെ ഇടയിൽ നിന്ന് വളർന്നു വന്ന നേതാവ്. പക്ഷേ നമ്മൾ കാണുന്ന ഇപ്പോഴുള്ള നേതാക്കന്മാരും അങ്ങനെയുള്ളവരാണ്. ശ്രീ ശരത് അത് കണ്ടിട്ട് അദ്ദേഹം കൂട്ടിക്കൊണ്ടുവന്നവരുമുണ്ട്. ആ കൂട്ടത്തിൽ. അപ്പോൾ ഉച്ചവെച്ച കൈക്ക് ഉദാക്രിയ ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെയുള്ള നേതാക്കന്മാരും കേരളത്തിലുണ്ട് എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ ശ്രീ KV ഗണേഷ് കുമാർ ഇന്ന് അദ്ദേഹത്തേക്ക് അധിക്ഷേപിച്ചതൊക്കെ നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ അച്ഛനെ മന്ത്രിയായിരിക്കവേ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ട് ജയിലിലടച്ചതും ഒക്കെ നമുക്കറിയാം. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ അത് രാഷ്ട്രീയപരമായ അഴിമതിയുടെ പേരിൽ അദ്ദേഹം ചെയ്തതാണ്. വ്യക്തിപരമായി പിന്നീട് ബാലകൃഷ്ണപിള്ള സാറുമായി വേദി പങ്കിട്ടിട്ടുണ്ട് അദ്ദേഹം. അപ്പോൾ രാഷ്ട്രീയത്തിൽ നമ്മൾ പറയാറുണ്ടല്ലോ, മിത്രങ്ങളോ ശത്രുക്കളോ ഇല്ല, എപ്പോൾ വേണമെങ്കിലും രാഷ്ട്രീയ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കൾ. പക്ഷെ അദ്ദേഹവും പറഞ്ഞത്, ഇങ്ങനെ ഒരു ജനനായകൻ, എന്താണ് കവി ഗണേഷ് കുമാർ, ഇങ്ങനെ ഒരു ജനനായകൻ ഇനി ജനിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് അവർ അഭിപ്രായപ്പെട്ടത്. അതായത് ഇപ്പോൾ ഉള്ള ഈ തലമുറയിലെ എല്ലാവരും പറയുന്നത്, ഇങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ജനനായകൻ എന്നൊന്നുമല്ല. അതാണ് ഞാൻ പറഞ്ഞത്, VS എന്ന് പറയുന്ന ചുരുക്കനുണ്ട് അക്ഷരം. പക്ഷെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം എന്ന് പറയുന്നത് നമുക്കത്ര തന്നെ കോർത്തിണക്കി കൊണ്ടുവന്നാലും ഒരു പുസ്തകമാക്കി മാറ്റുവാൻ കഴിയാത്ത തരത്തിലുള്ള ജീവിതാനുഭവങ്ങൾ. അത് ഞാൻ
അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ മിക്കവാറും നമ്മൾ വാർത്തകൾ കൃത്യമായി ശ്രവിക്കും. കാര്യം എന്താണ് അദ്ദേഹം ഒരിക്കലും നമ്മുടെ ഈ പത്രക്കാർ എഴുതുന്നതോ മാധ്യമങ്ങളിൽ കണ്ടിട്ടുള്ള വാർത്തകൾ കേട്ടിട്ട് ഒരിക്കലും അദ്ദേഹം നിയമസഭയിൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല ശ്രീ ശരത്. അതാണ് അദ്ദേഹത്തിന് വ്യക്തമായ തെളിവ്. നമ്മൾ അല്ലെ മാധ്യമങ്ങൾ എന്താണ്, മാധ്യമങ്ങൾ തോതാ വി എസിനെ ഒറ്റപ്പെടുത്തി, വി എസ് വിഷണനായി ചാരുകസേരയിൽ ഇരിക്കുന്നു എന്ന് പറയുമ്പോഴും, ഞാനന്ന് രാവിലെ IT യിൽ പഠിക്കുന്ന സമയത്ത് പോകുമ്പോൾ അദ്ദേഹം ചിലപ്പോൾ അവരുടെ സെക്യൂരിറ്റിയുമായി അല്ലെ കൂടെയുള്ളവരുമായി ചേർന്ന് യാത്രകളിലായിരിക്കും, പ്രഭാത സവാരികളിലായിരിക്കും. അപ്പോഴും മാധ്യമം കാണിക്കുന്നത് പണ്ടെടുത്ത് ഏതെങ്കിലും ഒരു ചിത്രം എടുത്തിട്ട് അദ്ദേഹം വിഷണ്ണനായിരിക്കുന്നതാണ്. അദ്ദേഹത്തെ അതൊന്നും ബാധിക്കുന്നില്ല എന്നത് പറയാനാണ് ഞാനത് പറഞ്ഞത്. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏതൊരു വിഷയത്തെക്കുറിച്ചായിരുന്നാലും അദ്ദേഹം പഠന വിധേയമാക്കും അല്ലേ. അദ്ദേഹം അവസാനം കമ്പ്യൂട്ടറിൻ്റെ ടെക്നോളജി പഠിക്കാൻ ശ്രമിച്ചു. ഹിന്ദി അദ്ദേഹത്തിൻ്റെ ഓർമ്മശക്തി ഉണ്ടോ എന്ന് അറിയാനാണെന്ന് പറയുന്നുവെങ്കിൽ ഹിന്ദി പഠിക്കാൻ ശ്രമിച്ചു അല്ലേ. ഇംഗ്ലീഷ് പഠിക്കാൻ ശ്രമിച്ചു അല്ലേ. ഇംഗ്ലീഷ് പഠിക്കാൻ ശ്രമിക്കുക നമ്മുടെ ഒരു പക്ഷേ പോസ്റ്റ് ഗ്രാജുവേഷൻകാർ പറയുന്നതിനേക്കാൾ ഏറെയുള്ള ഭാഷാ പാണ്ഡിത്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് അറിയാം. അത് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിലൂടെ അദ്ദേഹം നേടിയെടുത്തതാണ്. അത്രയധികം വായന ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാര്യം. രണ്ടിടങ്ങഴിയും അതുപോലെയുള്ള സാഹിത്യകാരുടെ തകഴിയുടെ പി കേശവദേവൻ്റെ അടക്കമുള്ള കൃതികൾ അദ്ദേഹം വായിക്കുമായിരുന്നു. കാര്യം 5.5 വർഷക്കാലം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് അല്ലേ. മരിച്ചുപോയി എന്ന് വിചാരിക്കുകയും പിന്നീട് അനക്കം കിട്ടുകയും ഒരു വൈദ്യൻ്റെ സഹായത്താൽ ജീവിച്ചിരിക്കുന്നതുമായ ഒരു നേതാവാണല്ലോ അദ്ദേഹം. അപ്പം അദ്ദേഹത്തിൻ്റെ, അതാണ് ഞാൻ പറഞ്ഞത്, ഒരിക്കലും VS എന്ന് പറയുന്ന 2 അക്ഷരത്തെ അദ്ദേഹത്തിൻ്റെ ജീവിത ക്രമങ്ങളെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തെ അല്ലെങ്കിൽ ഈ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് എവിടെയൊക്കെയാണ് കോർത്തിണക്കേണ്ടത് എന്നുള്ള ഒരു ആശങ്ക ഉണ്ടായിപ്പോകുന്ന ഒരു ജീവിതചര്യയായിരുന്നു VS എന്ന് പറയുന്ന ആ മഹത് വ്യക്തിക്കുണ്ടായിരുന്നത്, ആ സമരഭടനുണ്ടായിരുന്നത്, ആ വലിയ പോരാളിക്കുണ്ടായിരുന്നത്. ഒരു പക്ഷേ ഇനി ഇങ്ങനെ ഒരു വിപ്ലവ സൂര്യൻ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ കാസ്ട്രോ എന്നൊക്കെ വിളിക്കുന്ന അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു കമ്മ്യൂണിസ്റ്റ് ജനിക്കേണ്ടിയിരിക്കുന്നു ശരത്. തീർച്ചയായിട്ടും.